മണ്ണാർക്കാട് തെങ്കര കൊറ്റിയോട് കുട്ടിച്ചാത്തൻ SC കോളനി നിവാസികൾക്ക് വൈദ്യുതി ബിൽ കുടിശ്ശികയുടെ പേരിൽ ജപ്തി നോട്ടീസ്. 30 വർഷം മുൻപ് നൽകിയ സൗജന്യ കണക്ഷനുകൾക്കാണ് വൻ തുകയുടെ കുടിശ്ശിക ബിൽ നൽകിയിരിക്കുന്നത്. രണ്ട് കോളനികളിലെയും 30ഓളം കുടുംബങ്ങൾക്കാണ് KCBയുടെ കുടിശ്ശിക ബില്ലും വില്ലേജ് ഓഫീസറുടെ ജപ്തി നോട്ടീസും ലഭിച്ചിരിക്കുന്നത്. 6000 മുതൽ 20,000 വരെയാണ് പലർക്കും കുടിശ്ശിക ബിൽ കിട്ടിയിരിക്കുന്നത്. കുടിശ്ശിക അടച്ചില്ലെങ്കിൽ ജപ്തി നടപടി നേരിടുമെന്ന് കാണിച്ച് വില്ലേജ് ഓഫീസറുടെ നോട്ടീസും ലഭിച്ചതോടെ കോളനിക്കാർ ആശങ്കയിലാണ്. അധികൃതർ നിരന്തരം ഭീഷണിപ്പെടുത്തുകയാണെന്ന് കോളനി നിവാസികൾ പറഞ്ഞു. കറണ്ട് ബില്ല് കെട്ടിയിട്ടില്ലെങ്കിൽ പെര ജപ്തി എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ കുട്ടിയും കുടുംബമുള്ള ആൾക്കാരൊക്കെ എവിടേക്ക് ഇറങ്ങിപ്പോണ്, ഇരിക്കാനൊരു സ്ഥലവും വീടും വേണ്ടേ. ഞങ്ങളിപ്പോൾ ഇതേ ആശ്രയം പറഞ്ഞാൽ ജീവിക്കണേ. ആകെ 2 സെൻറ്റ് സ്ഥലമുള്ളൂ. അതിൽ ഞങ്ങൾ കുടുംബങ്ങളും ഉണ്ട്. അപ്പം ഞങ്ങൾക്ക് ഇറങ്ങി പോകാനൊരു സ്ഥലവും വീടും ഇല്ല വേറെ. അപ്പോൾ നമ്മൾ ഇത് കടവും കള്ളിയും വാങ്ങി കെട്ടല്ലാതെ എന്താ ചെയ്യുക? അപ്പോൾ അതുകൊണ്ട് കെട്ടുകയാണ്. ഇപ്പോൾ നിവൃത്തിയില്ലെങ്കിൽ കെട്ട് തന്നെ കടവും കള്ളിയും വാങ്ങിയിട്ട് അല്ല. അപ്പോൾ എന്താ ചെയ്യുക? ഇരിക്കണ പെര പോവില്ലേ? പെര ജപ്തി ചെയ്ത് പോവും എന്നൊക്കെ പറഞ്ഞാൽ പേടി തന്നെയല്ലേ. നമ്മൾ ചെറിയ കുട്ടികളൊക്കെ ഉള്ള ആൾക്കാരാണ് എവിടേക്ക് ഇറങ്ങി പോകുന്നത്. വയസ്സായ ഒരു അമ്മ ഉണ്ട്, 95 വയസ്സായി. ആ അമ്മേനും കൊണ്ടൊക്കെ ഞങ്ങൾ എവിടെ ഇറങ്ങി പോകാനും എവിടെയും ഇറങ്ങി പോകാനില്ല. അച്ഛൻ മരണപ്പെട്ടു പോയി. ഇനി അമ്മയുണ്ട്, വയസ്സായ അമ്മ, ഞങ്ങൾ കുടുംബങ്ങളും. ഞങ്ങൾക്ക് പോകാനൊരിടല്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം കണ്ട് തരണം. 30 വർഷം മുൻപ് പഴയ വീടുകൾക്ക് 2 ബൾബുകൾ മാത്രം കാണിക്കാനുള്ള വൈദ്യുതി കണക്ഷൻ സൗജന്യമായി ലഭിച്ചവരാണ് ജപ്തി ഭീഷണി നേരിടുന്നത്. ഇത്രയും കാലമായി പഴയ സൗജന്യ കണക്ഷന് വൈദ്യുതിക്ക് ബിൽ വന്നിട്ടില്ല. ഒരു ഘട്ടത്തിലും ബിൽ അടയ്ക്കണമെന്ന് നിർദ്ദേശം ലഭിച്ചിട്ടുമില്ല. പിന്നെ എങ്ങനെയാണ് ബിൽ കുടിശ്ശിക വരുന്നതെന്ന് കോളനിക്കാർ ചോദിക്കുന്നത്. 10-30 കൊല്ലോളം ആയിട്ടുണ്ടാവും ഈ കറണ്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ട്. അന്ന് ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് 2 ബൾബ് ഇട്ട് തന്നു. പിന്നെ അവർ പറഞ്ഞു, കുറേ കാലം കഴിഞ്ഞ് നോക്കുമ്പോൾ ഇത് നിങ്ങൾ കെട്ടണം, കെട്ടാതിരിക്കരുത്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾക്കിപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ അടുത്ത് വന്ന് ഞങ്ങൾക്ക് പറയുമ്പോൾ ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ കാര്യങ്ങൾ അവതാളത്തിലല്ലേ എന്നും പറഞ്ഞും കൊണ്ടാണ് ഞങ്ങളുടെ അടുത്ത് നോട്ടീസ് കൊടുത്ത് തന്നത്. അപ്പം ഞങ്ങൾ കെട്ടുകയല്ല. അപ്പോൾ എന്താ ചെയ്യുക? ഞങ്ങൾ കടം കല്ലിയൊക്കെ വാങ്ങിയിട്ട് കൊണ്ട് കെട്ടുകയല്ലാതെ പോലല്ലല്ലോ. അല്ലെങ്കിൽ ഇരിപ്പടം പോവും, അങ്ങനെ പോവും, ഇങ്ങനെ പോവും പറഞ്ഞിട്ടാണ് ഇങ്ങനെ വന്ന് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ പേരിൽ ഞങ്ങൾ കൊണ്ട് കെട്ടും ചെയ്തു. ഞങ്ങൾ കുട്ടിയും മക്കളായി കുത്തിരിക്കുന്ന ആൾക്കാർ അവിടെ പോയിട്ട് താമസിക്കുക, ഞങ്ങളുടെ ഇരിപ്പടം പോയി കഴിഞ്ഞു. പഴയ വീടുകൾ പൊളിച്ച് പുതിയത് നിർമ്മിച്ചതിനാൽ പുതിയ കണക്ഷനാണ് നിലവിലുള്ളത്. ഇപ്പോഴത്തെ കണക്ഷനുകളുടെ ബിൽ കൃത്യമായി അടയ്ക്കുന്നുമുണ്ട്. കൂലിപ്പണിക്കാരായ തങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നതല്ല കുടിശ്ശിക ബിൽ തുകയെന്ന് കോളനിക്കാർ പറഞ്ഞു. ഞങ്ങൾക്ക് കറണ്ട് ബില്ല് പഴയ ചെറുപ്പത്തിൽ വന്നതാണ്. അച്ഛനെല്ലാം അമ്മ വന്നതാണ്. അവരൊക്കെ ചത്തുകെട്ട് പോയി. ഇപ്പോൾ ഞങ്ങൾ വന്നു കെട്ടി 6000 റുപ്യ കെട്ടി, 8000 കെട്ടി. ഇനി പിന്നെ 2-ാം പേര് ഇവിടെ വന്നിട്ട് പോയി. എന്നിട്ട് കെട്ടിൻ്റെ പേർക്ക് 2-ാം പേരും വന്നു കൊടുത്തിട്ടില്ല. ഞാൻ ആൾ മാറി എന്ന് പറഞ്ഞിട്ടാണ് അവർ വരുന്നത്. എത്ര വർഷം മുന്നത്തെ കറണ്ട് ബില്ലാണിത്? 10-30 കൊല്ലം. 30 കൊല്ലം പഴയ പേരാണ്. 30 കൊല്ലത്തിന് ആ സമയത്ത് കിട്ടിയത്. അതിൽ അച്ഛനമ്മൊക്കെ മരിച്ചു പോയി. പിന്നെ ഞങ്ങൾ വന്ന് പേഴ്സിൽ പഠിച്ചപ്പോൾ ഇവിടെ നിങ്ങളൊക്കെ വാങ്ങിച്ചു. കിടപ്പാടം നഷ്ടപ്പെടുമെന്ന് ഭീഷണിപ്പെടുത്തുന്നതിനാൽ കടം വാങ്ങിയും മക്കളുടെ ആഭരണം പണയം വെച്ചും മറ്റു ചിലരൊക്കെ കുടിശ്ശികയും കുറച്ച് അടച്ചു. ഇതിന് നിർവാഹമില്ലാത്തവർ എന്തു ചെയ്യണമെന്ന് അറിയാതെ കഴിയുകയാണ്. സാധാരണക്കാരുടെ മേൽ ഇല്ലാത്ത വൈദ്യുതിയുടെ ബിൽ കുടിശ്ശിക അടിച്ചേൽപ്പിച്ചത് പിൻവലിക്കണമെന്നാണ് കോളനി നിവാസികളുടെ ആവശ്യം. ഒരു 10-32 വർഷക്കാലം മുമ്പ് ഒരു 2 പോയിന്റ് ബൾബ് ഇട്ട് കൊടുത്തുകൊണ്ട് അവർക്കത് ഫ്രീ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ കോളനി വീടുകൾക്ക് വ്യാപകമായിട്ട് ഇവിടെ കറണ്ട് കണക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് സർക്കാർ പൂർണ്ണമായിട്ടും പറഞ്ഞിരുന്നത് ഈ കറണ്ട് കണക്ഷൻ തികച്ചും സൗജന്യമാണ്, ഫ്രീ ആണ്, നിങ്ങൾ ഈ കറണ്ട് ബിൽ പേ ചെയ്യേണ്ടി വരില്ല എന്നുള്ളൊരു വാഗ്ദാനമാണ് അവർക്ക് നൽകിയിട്ടുണ്ടായിരുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു 10-32 വർഷത്തിന് ശേഷം ഈ നിത്യവൃത്തിക്ക് വേണ്ടി ദിവസേന കൂലിപ്പണി ചെയ്യുന്ന ഈ പാവപ്പെട്ട ആളുകളുടെ മണ്ടയിൽ വലിയൊരു ഇടുത്തി വീണ പോലെയുള്ളൊരു സംഭവമാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പല ആളുകൾക്കും 12,000-15,000 രൂപ ബില്ല് ഇപ്പോൾ കുടിശ്ശികയാണെന്ന് പറഞ്ഞിട്ട് അടച്ചു തീർക്കണം എന്ന് പറഞ്ഞുകൊണ്ട് റവന്യൂ റിക്കവറി നോട്ടീസുകൾ അയച്ചുകൊണ്ട് ഈ പാവപ്പെട്ട ആളുകളെ നിരന്തരം ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന KCB ബോർഡ് ഈ ആളുകളെ ദിവസം നിരന്തരം ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ.